ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. അന്ത്യ അത്താഴത്തിന്റെ സ്മരണയിൽ പെസഹ വ്യാഴം. ഇന്ന് പെസഹ വ്യാഴം. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് പ്രത്യേക പ്രാർത്ഥനയുടെയും ഓർമ്മ പുതുക്കലിന്റെയും പുണ്യദിനം. യേശു തന്റെ ശിഷ്യന്മാരോടൊപ്പം അവസാനമായി കഴിച്ച അത്താഴത്തിന്റെയും അതിനു മുമ്പ് അവരുടെ കാലുകൾ കഴുകിയതിന്റെയും സ്മരണ പുതുക്കലായാണ് പെസഹ വ്യാഴം അറിയപ്പെടുന്നത്. ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയുണ്ടാകും. കൂടാതെ പ്രത്യേക പ്രാർത്ഥനകളും കാൽ കഴുകൽ ശുശ്രൂഷയും ഉണ്ടാകും. വീടുകളിൽ പെസഹ അപ്പം മുറിക്കൽ, പെസഹ പാൽ തയ്യാറാക്കൽ എന്നിവയും ഉണ്ടാകും. ഇന്ന് ലോകത്ത് നടക്കുന്ന അത്യാഗ്രഹത്തിന്റെ പീഡനങ്ങളും അസമത്വത്തിന്റെ അസ്വസ്ഥതകളും സ്വാർത്ഥതയുടെ പരിണിത ഫലങ്ങളും ജനങ്ങൾ അനുഭവിക്കുമ്പോഴാണ് ക്ഷമയുടെയും സഹനത്തിന്റെയും എളിമയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് യേശുവിന്റെ വാക്കുകളുടെ പ്രസക്തി. കൊല്ലം കുണ്ടറ മെഴ്സിഫുൾ ആശ്രമത്തിലെ സുപ്പീരിയർ റവറന്റ് ഫാദർ ലിബിൻ ദാസ് പെസഹ തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. പെസഹ വ്യാഴം, കടന്നുപോകലിൻ്റെ വ്യാഴാഴ്ച. ഒരു കടന്നുപോകലിൻ്റെ ഓർമ്മപ്പെടുത്തലുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, കാലങ്ങൾക്ക് മുമ്പ് പഴയ നിയമത്തിലെ പെസഹ ദിനം സംഹാരദൂതൻ ഓരോ വീടും കടന്നു പോകുമ്പോൾ ഇസ്രായേൽക്കാർ തങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തം തളിച്ചു. സംഹാരദൂതൻ ആ വീട്ടിൽ പ്രവേശിക്കാതെ ഈജിപ്തിൽ നിന്നും ഇസ്രയേലിനെ രക്ഷിച്ച ആ ദിവസത്തിൻ്റെ ഓർമ്മ സുദിനമാണിന്ന്. ഇവിടെ ഒരു കുഞ്ഞാടിൻ്റെ രക്തം തളിച്ച് ജീവിതം തന്നെ വീണ്ടെടുക്കുവാൻ നാം ഒരുങ്ങുന്ന ഈ ദിവസത്തിൽ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. പരിശുദ്ധ കുർബാന നമ്മുടെ കർത്താവ് ഈശോ മിശിഹ സ്ഥാപിച്ചതിൻ്റെ ഓർമ്മ സുദിനം. പൗരോഹിത്യം കർത്താവ് സ്ഥാപിച്ചതിൻ്റെ ഓർമ്മ സുദിനം. ദൈവമായിരുന്നവൻ മനുഷ്യനായി മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അവൻ അവരുടെ പാദങ്ങൾ കഴുകിയ ദിവസം. 3 കാര്യങ്ങളാണ് ജീവിതത്തിലും അത്യാവശ്യമായി നാം കാണേണ്ടത്. മുറിച്ചു കൊടുക്കുവാൻ പറ്റണം. ജീവിതത്തിൽ മുറിച്ചു കൊടുത്തവനെ, മുറിച്ച് അവൻ്റെ ശരീരം നമുക്ക് തന്നവനെ തിരിച്ചറിയുവാൻ പറ്റണം. അവൻ്റെ ശരീരം യോഗ്യതയോടെ സ്വീകരിക്കുവാൻ പറ്റണം. അവൻ്റെ ശരീരം യോഗ്യതയോടെ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ജീവിതം മറ്റുള്ളവർക്ക് മുറിച്ചു കൊടുക്കുവാൻ നീ പ്രാപ്തനാവുന്നത് എന്ന് മനസ്സിലാക്കണം. രണ്ടാമതായി, ഈശോ പൗരോഹിത്യം സ്ഥാപിച്ച ദിവസം. ലോകം മുഴുവൻ പുരോഹിതർക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ പൗരോഹിത്യം ഈ കാലഘട്ടത്തിന് ആവശ്യമാണെന്ന് നാം മനസ്സിലാക്കണം. പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിനെ കൈകളിലെടുക്കുന്ന പൗരോഹിത്യങ്ങൾ എന്തുമാത്രം മനോഹരങ്ങളാണ്. ദൈവം തിരഞ്ഞെടുക്കുന്ന ആ വ്യക്തികളുടെ ജീവിതം കൃപയിൽ നിറഞ്ഞ് അനേകർക്ക് അനുഗ്രഹങ്ങളായി തീരുവാൻ നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കണം. രക്തം കൊടുത്ത്, ഹൃദയം കൊടുത്ത്, ജീവിതം കൊടുത്ത് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച അപ്പോസ്തലന്മാരുടെ പിൻതലമുറക്കാരായ മാർപ്പാപ്പമാർ വഴി ഇന്നും പൗരോഹിത്യം നിലനിൽക്കുമ്പോൾ പൗരോഹിത്യത്തിൻ്റെ വലിയ അനുഗ്രഹത്തിനായി നാം പ്രാർത്ഥിക്കണം. മൂന്നാമതായി, ശുശ്രൂഷയുടെ മനോഭാവം നമുക്കുണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ മുന്നിൽ താണുകൊടുക്കുന്നവന് മാത്രമാണ് ക്രിസ്തുവോളം ഉയരുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരും ആകുമെന്ന്. നിങ്ങളിൽ മുൻപനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും പിന്നിൽ നിൽക്കണം. ഞാൻ വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, മറിച്ച് ശുശ്രൂഷിക്കുവാനാണ്. ശുശ്രൂഷയുടെ ഒരു ജീവിതം നിനക്കുണ്ടോ എന്ന് പരിശോധിക്കുക. ഇതും ഒരു കടന്നുപോകൽ ആകട്ടെ. നിൻ്റെ കുറവുകളിൽ നിന്നും നിറവുകളിലേക്കുള്ള കടന്നുപോകൽ, ക്രിസ്തുവിലേക്കുള്ള വലിയ യാത്രയായി തീരട്ടെ ഇത്. ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. വിശുദ്ധ വാരത്തിലുള്ള വ്യാഴാഴ്ചയാണ് പെസഹ വ്യാഴം. ദുഃഖവെള്ളിക്ക് തൊട്ടു മുമ്പുള്ള വ്യാഴം. അത്താഴത്തിന് ശേഷം യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും
തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. തൻ്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകി ലോകത്തിന് മുഴുവൻ എളിമയോടെ തൻ്റെ സന്ദേശം നൽകിയ ആ സുദിനം നമുക്ക് ഓർമ്മിക്കാം. ദേവാലയങ്ങളിൽ പ്രാർത്ഥനകളെ കൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ കാലുകൾ പുരോഹിതന്മാർ കഴുകി തുടച്ച് ചുംബിക്കുന്നു. അന്ത്യ അത്താഴത്തിൻ്റെ സ്മരണയ്ക്കായി വീടുകളിൽ പെസഹ വിരുന്നൊരുക്കാറുണ്ട്. ഓശാന ദിവസം പള്ളികളിൽ നിന്ന് ലഭിക്കുന്ന കുരുത്തോല കൊണ്ട് കുരിശുണ്ടാക്കി പെസഹ അപ്പത്തിൻ്റെ മുകളിൽ വച്ച് കുടുംബത്തിലെ കാരണവർ അപ്പം മുറിക്കുന്നു. അത് പാലിൽ മുക്കി ഏറ്റവും പ്രായം കൂടിയ വ്യക്തി മുതൽ കുടുംബത്തിലെ എല്ലാവർക്കും നൽകുന്നു. പുളിക്കാത്ത മാവ് കൊണ്ടാണ് അപ്പം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പുളിയാത്തപ്പം എന്നും പറയാറുണ്ട്. പെസഹ അപ്പത്തിൻ്റെയും പാലിൻ്റെയും പാചകക്രമത്തിൽ പ്രാദേശികമായ വ്യത്യാസങ്ങളുണ്ടാകും. തിരുവനന്തപുരം പനവിള സിറ്റി ലൂഥറൻ ചർച്ചിലെ റവറന്റ് റൂബൻ പാരസ്: മരണത്തെ അതിജീവിച്ച് പുനരുത്ഥാനം ചെയ്ത ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും ഈസ്റ്റർ ദിനാശംസകൾ പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യമായിരുന്നു യേശു കർത്താവിൻ്റെ ഉയർപ്പ്. യേശു ഉയർത്ത് പുറത്തു വരാതിരിക്കുവാൻ റോമൻ പട്ടാളം യേശുവിൻ്റെ കല്ലറ വലിയ കല്ലുകൊണ്ട് അടയ്ക്കുകയും റോമൻ മുദ്ര പതിപ്പിച്ച് പട്ടാളക്കാരെ കാവൽ നിർത്തുകയും ചെയ്തുവല്ലോ. എന്നിട്ട് എന്ത് ഫലം? പ്രിയമുള്ളവരെ, മരണം ഉൾപ്പെടെ ഏത് പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാനുള്ള കരുത്തും ശക്തിയുമാണ് യേശുവിൻ്റെ ഉയർപ്പിലൂടെ ദൈവം തൻ്റെ മക്കൾക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ദൈവമക്കൾക്ക് ലഭിച്ച പ്രതീക്ഷയും പ്രത്യാശയും. മരണം എന്നും എല്ലാ കാലത്തും മനുഷ്യൻ ഭയപ്പെട്ടിരുന്ന ഒരു അനുഭവമാണ്. എന്നാൽ യേശുവിൻ്റെ ഉയർപ്പിലൂടെ ആ ഭയം നീങ്ങി ഒരു പ്രതീക്ഷയും പ്രത്യാശയും തൻ്റെ മക്കൾക്ക് കർത്താവ് നൽകിയിരിക്കുന്നു. യേശു പറഞ്ഞുവല്ലോ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശു മരണത്തെ അതിജീവിച്ച് പുനരുത്ഥാനം ചെയ്തു എന്ന് നാം വിശ്വസിക്കും പോലെ ദൈവമക്കളും മരണത്തെ അതിജീവിച്ച് നിത്യജീവനിലേക്ക് പ്രവേശിക്കും. അത് നമുക്ക് നൽകുന്ന ഒരു വലിയ പ്രതീക്ഷയും പ്രത്യാശയുമാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ ലഭിക്കുന്ന പ്രത്യാശ അനുഭവിപ്പാൻ ദൈവം നമ്മൾ ഒരുക്കട്ടെ. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് യാതൊരു ശക്തിക്കും വ്യക്തിക്കും സൈന്യത്തിനും ഒരിക്കലും ഒരു നാളും ദൈവിക പ്രവൃത്തികളെ ബന്ധിച്ച് നിർത്തുവാനാകില്ല. പ്രിയമുള്ളവരെ, റോമൻ പട്ടാളം കാവൽ നിന്നിട്ടും അവർ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷികളായി മാറി എന്ന് മത്തായി 28-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. കാവൽ കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് പറഞ്ഞു. ദൈവിക പദ്ധതികളെ, ദൈവിക ഇഷ്ടത്തെ തടുക്കുവാൻ ആർക്കും ഒരിക്കലും ഒരു നാളും കഴിയുകയില്ല. അത് ദൈവമക്കൾക്ക് ലഭ്യമാകുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ക്രിസ്തു നൽകിയ സമാധാനം. ഉയർപ്പിന് ശേഷം യേശു കർത്താവ് 3 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്ന ഒരു പദമാണ് നിങ്ങൾക്ക് സമാധാനം. ഇന്ന് വ്യക്തിജീവിതങ്ങളിലും കുടുംബജീവിതങ്ങളിലും സമൂഹത്തിലും എന്തിന് ഇസ്രായേൽ രാജ്യം ഉൾപ്പെടെ പലയിടങ്ങളിലും സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഉയർപ്പിന് പ്രഭാതത്തിങ്കിൽ കർത്താവ് നമ്മോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. ഭൂമി വിട്ട് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോഴും തൻ്റെ മക്കൾക്ക് കൊടുത്തിട്ട് പോയത് മറ്റൊന്നുമല്ല, സമാധാനം. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് ക്രിസ്തു വെളിവാക്കുന്നുമുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഉയർപ്പിൻ്റെ ഞാറിൽ ആ ക്രിസ്തുവിൻ്റെ സമാധാനം പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം. ക്രിസ്തുവിൻ്റെ ഉയർപ്പിലൂടെ ലഭ്യമായ പ്രതീക്ഷയും പ്രത്യാശയും അനുഭവിച്ചുകൊണ്ട്, യേശു കർത്താവിൻ്റെ ഉയർപ്പിലൂടെ ലഭിച്ചതായ ശക്തി അനുഭവിച്ചുകൊണ്ട്, യേശു കർത്താവിൻ്റെ ഉയർപ്പിലൂടെ ലഭിച്ച സമാധാനം അനുഭവിച്ചുകൊണ്ട് സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഓശാന ഞായർ മുതൽ ഈസ്റ്റർ വരെയുള്ള ഒരാഴ്ച വിശുദ്ധ ദിവസങ്ങളാണ്. യേശു ക്രിസ്തു ശിഷ്യന്മാരുമൊത്തുള്ള അവസാനത്തെ അത്താഴവും കുരിശുമരണവും ഉയിർപ്പുമാണ് ഒരാഴ്ചത്തെ ചടങ്ങുകളിൽ അനുസ്മരിക്കപ്പെടുന്നത്. പാശ്ചാത്യ ക്രൈസ്തവ സഭയുടെ ആരാധനാക്രമമനുസരിച്ച് ഈസ്റ്റർ മുതൽ പെന്തക്കോസ്ത് ഞായർ വരെയുള്ള 50 ദിവസങ്ങളാണ് ഉയിർപ്പ് ദിനങ്ങളായി കണക്കാക്കുന്നത്. യേശു ഉയർത്ത് 40-ാം ദിവസം ശിഷ്യന്മാർ കണ്ടുകൊണ്ടു നിൽക്കെയാണ് സ്വർഗാരോഹണം ചെയ്തതെന്നാണ് വിശ്വാസം. ആരാധനാക്രമത്തിൽ ഈസ്റ്റർ അഥവാ ഉയിർപ്പ് തിരുനാളിന് മുമ്പുള്ള 7 ആഴ്ചകളാണ് നോമ്പുകാലം. ഉയിർപ്പ് തിരുനാളിൻ്റെ ഒരുക്കമായാണ് ഈ നോമ്പ് ആചരിക്കുന്നത്. യേശുവിൻ്റെ 40 ദിവസത്തെ ഉപവാസ മാതൃകയിലാണ് ഈ 7 ആഴ്ചകൾ ക്രമീകരിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും കുറിച്ച് ഈ അവസരത്തിൽ വിശ്വാസികൾ ധ്യാനിക്കുന്നു. ആദ്യ ഞായറാഴ്ച യേശുവിന് മരുഭൂമിയിലുണ്ടായ തിക്ത അനുഭവങ്ങളെയും അവയുടെ മേലുള്ള അദ്ദേഹത്തിൻ്റെ വിജയത്തെയും കുറിച്ച് ധ്യാനിക്കുന്നു. ബിഷപ്പ് KP യോഹന്നാൻ ഏഷ്യൻ ബിബ്ലിക്കൽ സെമിനാരിയിലെ മുൻ അധ്യാപകനും ഇൻഫിനിറ്റി കോളേജിലെ
ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റുമായ ബ്രദർ മാനുവേൽ. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നു പോകുക എന്നാണ്. എന്താണ് കടന്നു പോകുന്നത്? ഒരു മനുഷ്യ കൂട്ടം 430 വർഷം ഫറോവിൻ്റെ ആ ഇരുമ്പ് ആലയിൽ ചുട്ടുപഴുപ്പിച്ച അതേ അവസ്ഥയിൽ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ആ ദൈവം അവർക്കൊരു രക്ഷകനായി മോശയെ അയച്ചു. മോശ ജനത്തെ വിടുവിക്കുന്നതിന് വേണ്ടി ഫറോയോട് പല കാര്യങ്ങളും പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സ് കഠിനമായി തീർന്നതുകൊണ്ട് ജനത്തെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ മനസ്സുണ്ടായില്ല. അങ്ങനെ ദൈവം തന്നെ ഒരു പരിഹാരകനായി വരുന്ന ഒന്നാണ് പെസഹ. അതായത് സംഹാരകൻ, കൊല്ലുന്നവൻ, മരണദൂതൻ നിങ്ങളുടെ വീടുകളിൽ വരാതിരിക്കേണ്ടതിന് നിങ്ങളുടെ വീടിൻ്റെ കട്ടളപ്പടിമേലും കതകിന്മേലും കുഞ്ഞാടിൻ്റെ രക്തം തളിക്കണം. ആ രക്തം കാണുമ്പോൾ സംഹാരകൻ അവിടുന്ന് ഒഴിഞ്ഞു മാറിപ്പോകും എന്ന രഹസ്യം മോശയിലൂടെ അവിടെ വെളിപ്പെട്ടു. എന്നാൽ ഇസ്രായേലിലെല്ലാവരും അതുപോലെ ചെയ്തു. മരണദൂതൻ അവരെ പിടിക്കാതെ മാറി കടന്നുപോയി. ആ കടന്നുപോക്കിനെയാണ് പെസഹ എന്ന് പറയുന്നത്. ഈ പെസഹ അവർ എല്ലാ വർഷവും ആചരിക്കണം എന്നൊരു നിയമവും ദൈവം കൊടുത്തു. അത് ആചരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ അടിമ നുകത്തിന് കീഴിലായിരുന്നു. ദൈവം നിങ്ങളെ അതിൽ നിന്ന് രക്ഷിച്ചു. രക്ഷാനിർണയത്തെയാണ്, അല്ലെങ്കിൽ ഫ്രീഡം, അതിന് സ്വാതന്ത്ര്യം വരുത്തി എന്നുള്ള ആ സന്ദേശമാണ് എല്ലാ വർഷവും അവർ കൈക്കൊള്ളേണ്ടത്. യേശുവിൻ്റെ കാലത്ത് ഈ പെസഹ ഒരു പെരുന്നാളായി ആചരിച്ചു. പെസഹ പെരുന്നാളിന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു, ഞങ്ങൾ എവിടെയാണ് പെസഹ ഒരുക്കേണ്ടത്? കർത്താവ് പറഞ്ഞു, നിങ്ങൾ നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരാൾ നിങ്ങൾക്ക് എതിർപെടും. അവനോട് ചോദിച്ചാൽ അവൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരും. അത് ഒരു വൻ മാളികയായിരുന്നു. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നിട്ട് രക്ഷിക്കാനായി ഒരു ഉപാധി ചെയ്യുന്നതാണ് യഥാർത്ഥ പെസഹ എന്നുള്ളത്. പശ്ചാത്താപത്തിൻ്റെയും പാപപരിഹാരത്തിൻ്റെയും കാലമാണ് വിശ്വാസികൾക്ക് പെസഹ വ്യാഴവും അനുബന്ധ ദിനങ്ങളും. മാംസാഹാരം ഒഴിവാക്കിയും ആഡംബരങ്ങൾ ഒഴിവാക്കിയും നോമ്പാചരിക്കുന്നു. നന്മയിലേക്കുള്ള പാത ദുർഘടം നിറഞ്ഞതാണ്. സഹനത്തിൻ്റെയും ക്ഷമയുടെയും മനസ്സാണ് അതിന് വേണ്ടത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയും വചനങ്ങളും നന്മയിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു. എത്രത്തോളം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയാലും സത്യവും ക്ഷമയും എളിമയും മനസാന്നിധ്യത്തോടെ പിന്തുടർന്നാൽ ഒരു നല്ല നാളെ നമ്മെ കാത്തിരിക്കുന്നു. പ്രാർത്ഥനയും വിശ്വാസവും മനസ്സിലെ പാപങ്ങളെ ഇല്ലാതാക്കി നവീകരിക്കാനും യേശുവിൻ്റെ ത്യാഗത്തെ ഓർമ്മിപ്പിക്കാനും ഇനിയുള്ള വിശുദ്ധ ദിനങ്ങൾ പ്രാർത്ഥനാ നിർഭരമാകും. പെസഹയും ദുഃഖവെള്ളിയും തുടർന്നുള്ള ഈസ്റ്ററും നന്മയും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.